കഴിഞ്ഞ ദിവസം ചൊക്രമുടി പീക്ക് ഒറ്റയ്ക്ക് ട്രെക്ക് ചെയ്ത് കയറിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഈ ട്രെക്ക് ചെയ്ത് പീക്കിൽ എത്താറാകുമ്പോഴത്തേക്കും ഈ മേഘത്തെ ഇങ്ങനെ കൈകൊണ്ട് അടർത്തിയിട്ട് വീട്ടിൽ കൊണ്ടുപോയാലോ എന്ന് തോന്നുന്നു. കാരണം ആകാശം നമ്മുടെ അത്രയ്ക്ക് അടുത്താണ്. ഞാൻ കേരളത്തിന് പുറത്തുള്ള എന്റെ ഫ്രണ്ട്സിനോട് പറയാറുണ്ട്, ആ വെസ്റ്റേൺ കാട്ട് ഗുജറാത്ത് മുതൽ ഇങ്ങനെ തമിഴ്നാട് വരെ കിടപ്പുണ്ടെങ്കിലും കേരളത്തിലുള്ളത്ര സുന്ദരിയായിട്ട് നിങ്ങൾക്ക് വെസ്റ്റേൺ കാട്ടിനെ ഒരു സ്ഥലത്തും കാണാൻ പറ്റില്ല എന്ന്. നമുക്കിന്ന് മൂന്നാറിലെ ചൊക്രമുടി പീക്ക് ട്രെക്കിനെ പറ്റി സംസാരിക്കാം. ചൊക്രമുടി പീക്ക് ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ദേവികുളം റൂട്ടിൽ ഗ്യാപ് റോഡിന്റെ സൈഡിലായിട്ടുള്ളത് ഈ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നിന്നാണ് കേട്ടോ. ഫോറസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞും ഒരു ഹെവന്റെ ഗേറ്റ് ആണെന്ന് വല്ല പറയുന്നതായിരിക്കും അടിപൊളി. നമുക്ക് ഇവിടുന്ന് ഒരു 400 രൂപയുടെ എൻട്രി പാസ് എടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് ട്രെക്ക് ചെയ്യാനായിട്ട് പോകാൻ. ചൊക്രമുടി പീക്ക് ട്രെക്ക് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല മാസങ്ങളിൽ കൂടെയാണ് നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ ട്രെക്ക് ചെയ്ത് ഒരു 2 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ ഉള്ള വ്യൂ ആണ് കേട്ടോ അതിന്റെ ഈ കാണുന്നത്. നമുക്ക് താഴെ ഗ്യാപ് റോഡ് കാണാം, തേയിലക്കുന്നുകൾ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ക്ലൗഡ് ബെഡ്, ആ ക്ലൗഡ് ബെഡിന്റെ അപ്പുറം പരന്ന് കിടക്കുന്ന മലനിരകൾ കണ്ടോ. അതാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മലയായിട്ടുള്ള ആനമുടി. അതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് മീശപ്പുലി മല. വേണ്ട ഒരു മഞ്ഞ് മൂടി കിടക്കുന്നുണ്ടോ, അതാണ് കൊളുക്കുമല. നമ്മൾ ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുന്നതും മൂന്നാമത്തെ ഏറ്റവും വലിയ പീക്കിലേക്കാണ് കേട്ടോ. ഏതാണ്ട് 7200 അടിയാണ് കേട്ടോ ചൊക്രമുടി പീക്കിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രെക്കിൽ നമുക്ക് വന്യമൃഗങ്ങളെയും ഷുവർ ആയിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. എന്നെ നോക്കേണ്ട ആ നിൽക്കുന്ന വരയാടുകളാണ്. നല്ല തണുത്ത കാറ്റും ഇളം വെയിലും മലകളിൽ മാത്രം പ്രകൃതി കൊടുക്കുന്ന ഒരുപാട് പൂക്കളൊക്കെ നിറഞ്ഞ ചോല വനത്തിൽ കൂടെ നമ്മുടെ ട്രെയിൽ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ട്രെക്ക് ചെയ്തിട്ട് ചൊക്രമുടിയുടെ പീക്കിൽ എത്തിക്കഴിഞ്ഞാൽ മൂന്നാറിലെ എല്ലാ മലനിരകളും നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ ഇടുക്കി ജില്ലയും എറണാകുളം ജില്ലയും കാണാം. അത് മാത്രമല്ല നമുക്ക് ഈ ഒരൊറ്റ പീക്കിൽ ഇരുന്നുകൊണ്ട് 7ഓളം ഡാമുകൾ കാണാം. അതിൽ നമ്മുടെ ഇടുക്കി ഡാമിന്റെ ആർച്ചാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു പശ്ചിമഘട്ടം ഏറ്റവും ഭംഗിയുള്ളത് നമ്മുടെ കേരളത്തിലാണെന്ന്. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയാമോ?